सत्यनिष्ठा से प्रतिज्ञान करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 9ാം തവണ. കാലുമാറിയത് ഇന്നുൾപ്പെടെ 5 തവണ. 3 ദിവസം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാവിലെ നിതീഷ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചു. പിന്നാലെ BJP പിന്തുണ പ്രഖ്യാപിച്ചു. BJP നേതാക്കളായ സാമ്രാജ് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാർ. മുഖ്യമന്ത്രിക്ക് പുറമെ JDU-വിൽ നിന്ന് 3 മന്ത്രിമാർ. ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ BJP-യിൽ നിന്ന് 3 മന്ത്രിമാർ. HAM-ൽ നിന്ന് ഒരാളും ഒരു സ്വതന്ത്രനും മന്ത്രി. മന്ത്രിസഭാ വികസനം പിന്നീട് നടക്കും. കൂടുതൽ മന്ത്രിമാരും പ്രധാന വകുപ്പുകളും BJP-ക്ക് നൽകാനാണ് നിതീഷും അമിത്ഷായും തമ്മിലുള്ള ധാരണ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJP അധ്യക്ഷൻ JP നഡ്ഡ പങ്കെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP-യെ കാര്യമായി പരിഗണിച്ചുള്ള സീറ്റ് വിഭജനവും ധാരണയിൽപ്പെടും. LJP-യും NDA-യിലേക്ക് എത്തിയെന്ന മാറ്റവും ഇന്ന് സംഭവിച്ചു. 9 കോൺഗ്രസ് MLA-മാരുമായി നേതൃത്വത്തിന് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കളി തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് നിതീഷ് കുമാറിനോട് തേജസ്വി യാദവ്. നിതീഷ് പോകുമെന്നറിയാമായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ഒന്നുപോലും നാണിച്ചു പോകുമെന്ന് ജയറാം രമേശ്. ഇന്ത്യ സഖ്യം അത്ര പോരാ എന്ന് മാത്രം JDU-വിന്റെ മറുപടി. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.